തിരക്കുകളിൽ നിന്ന് അല്പം മാറി പച്ചാളം ജനതാ കോളനിയിലെ ആ ഇടുങ്ങിയ ലൈനുകൾ ഇപ്പോൾ നിശബ്ദമാണ്. പക്ഷെ ആ നിശബ്ദയ്ക്ക് ഭയത്തിന്റെ ഗന്ധമുണ്ട്. തുണ്ടിപ്പറമ്പ് വീട്ടിൽ അൽജൂഡ് എബ്രോ എന്ന 40-കാരന്റെ ജീവൻ ഒരു ഫ്രൈയിങ് പാനിൽ തീർന്നപ്പോൾ അത് കേവലം ഒരു മദ്യപാന സംഘടനത്തിനപ്പുറം കൊച്ചിയിലെ നഗരപ്രാന്തങ്ങളിൽ വളരുന്ന അപകടകരമായ ലഹരി സംസ്കാരത്തിലേക്കും നിയമലംഘനത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. പച്ചാളം ശാരദ നിവാസിലെ ഷിനോജിന്റെ വീടിന്റെ ടെറസിലുള്ള ആ താൽക്കാലിക ഷെഡ് അയൽവാസികൾക്ക് ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. രാത്രിയായാൽ അവിടെ വെളിച്ചമുണ്ടാകും, ചിരിയുണ്ടാകും, തർക്കങ്ങളുണ്ടാകും. ഷിനോജും അൽജൂഡും ഉൾപ്പെടെയുള്ള 5-അംഗ സംഘം അവിടെ ഒത്തുചേരുന്നത് പതിവായിരുന്നു. എന്നാൽ ഞായറാഴ്ച രാത്രി അവിടെ നടന്നത് ആ സൗഹൃദ കൂട്ടായ്മയുടെ അവസാനമായിരുന്നു. 5 പേർ മദ്യപിക്കുന്നു, തർക്കമുണ്ടാകുന്നു, ഒരാൾ കൊല്ലപ്പെടുന്നു. പോലീസിന്റെ പ്രാഥമിക നിഗമനം ലളിതമാണെങ്കിലും ഇതിന് പിന്നിലെ കാരണങ്ങൾ സങ്കീർണമാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി വൈകിയും ഷെഡിൽ മദ്യപാനം തുടർന്നിരുന്നു. ഷിനോജ്, അൽജൂഡ്, രാജേഷ്, ജിനിൽ ദാമോദരൻ, ചന്ദ്രശേഖരൻ എന്നിവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വാക്കുതർക്കം ഒരു ഘട്ടത്തിൽ നിയന്ത്രണം വിട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിപ്രകാരം പ്രകോപിതനായ ഷിനോജ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് ഫ്രൈയിങ് പാൻ കൈക്കലാക്കി അൽജൂഡിനെ ആക്രമിക്കുകയായിരുന്നു. അൽജൂഡിന്റെ മുഖത്തും തലയ്ക്ക് പിന്നിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായ അടിയാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൊലപാതകത്തിന് ശേഷം അൽജൂഡിനെ അവിടെ ഉപേക്ഷിച്ച് ഷിനോജും മറ്റു 3 പേരും കടന്നുകളഞ്ഞു. ഒരു സുഹൃത്ത് രക്തം വാർന്നു കിടക്കുമ്പോഴും അവർ പോലീസിനെയോ ആശുപത്രിയെയോ അറിയിക്കാൻ തയ്യാറായില്ല എന്നത് ഈ സംഭവത്തിലെ ക്രിമിനൽ സ്വഭാവം വ്യക്തമാക്കുന്നു. തിങ്കളാഴ്ച രാവിലെ വരെ ആരും ഈ കൊലപാതക വിവരം അറിഞ്ഞില്ല. ഷിനോജിന്റെ വീടിന്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളി തുണിയുണക്കാൻ ടെറസിലെത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അൽജൂഡിന്റെ മൃതദേഹം കാണുന്നത്. ഈ സാക്ഷിയുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. നോർത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതി ഷിനോജിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. മദ്യലഹരിയിലുണ്ടായ പെട്ടെന്നുള്ള പ്രകോപനമാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് ഷിനോജ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്തൊപ്പമുണ്ടായിരുന്ന രാജേഷ്, ജിനിൽ ദാമോദരൻ, ചന്ദ്രശേഖരൻ എന്നിവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ അതോ നടന്ന വിവരം മറച്ചുവെക്കാൻ ശ്രമിച്ചോ എന്ന കാര്യത്തിൽ പോലീസ് നിലവിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. പച്ചാളത്ത് നടന്ന ഈ ദാരുണമായ കൊലപാതകം ഗൗരവകരമായ ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ജനവാസ മേഖലയിലെ ഒരു വീടിന്റെ ടെറസിൽ ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ പതിവായി ഒത്തുചേരാറുള്ള വിവരം നാട്ടുകാർക്ക് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇത് തടയപ്പെട്ടില്ല എന്നത് സമൂഹത്തിന്റെ നിസ്സംഗതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം സാധാരണയായി വീടുകളിൽ കാണുന്ന ഒരു ഫ്രൈയിങ് പാൻ ആണെന്നത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ അതോ തർക്കത്തിനിടയിൽ കൈക്കലാക്കിയതാണോ എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. കൂടാതെ അൽജൂഡ് ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ കൂടെയുണ്ടായിരുന്ന മറ്റു 3 സുഹൃത്തുക്കൾ എന്തുകൊണ്ട് ഷിനോജിനെ തടഞ്ഞില്ല എന്നതും രക്തം വാർന്നു കിടന്ന ജൂഡിനെ രക്ഷിക്കാൻ അവർ മുതിരാത്തത് എന്തുകൊണ്ടെന്നും അന്വേഷിക്കേണ്ടതുണ്ട്. പച്ചാളത്തെ ഈ മരണം കൊച്ചിയിലെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മദ്യലഹരി ഉപയോഗത്തിന്റെ മറ്റൊരു ഇരയെ കൂടി നമുക്ക് മുന്നിലെത്തിക്കുന്നു. സൗഹൃദങ്ങൾക്കിടയിൽ ഒരു ഫ്രൈയിങ് പാൻ പോലും മാരകായുധമായി മാറുന്ന ഈ കാലത്ത് ലഹരിയുടെ മറവിൽ മറഞ്ഞു പോകുന്ന മനുഷ്യ മനസാക്ഷിയുടെ ഭീകരമുഖമാണ് ഈ സംഭവം കാണിച്ചു തരുന്നത്. ഷിനോജ് എന്ന പ്രതി നിയമത്തിന് മുന്നിലെത്തുമ്പോഴും അൽജൂഡിന്റെ കുടുംബത്തിന് നഷ്ടമായത് അവരുടെ പ്രിയപ്പെട്ടവനെയാണ്.